ഇനി നമ്മൾ ജൻസികളുടെ വലിയ പ്രക്ഷോഭം രാജ്യം സാക്ഷ്യം വഹിച്ചു. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഉത്തർപ്രദേശിൽ ജൻ ആൽഫകളുടെ പ്രതിഷേധം ഉണ്ടായത്. ഈ ജനറേഷൻ ആൽഫയുടെ പ്രതിഷേധത്തിനിടെ 10ാം ക്ലാസ്സുകാരിയെ കാണാതായി എന്നുള്ളൊരു വിവരം വരികയാണ്. പെൺകുട്ടിയെ കാണാതായതും പ്രതിഷേധവും തമ്മിൽ ബന്ധമില്ല എന്ന് പോലീസ് പറയുന്നു. പെൺകുട്ടിയുടെ സൈക്കിൾ സമീപത്തെ ബസ് സ്റ്റോപ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, രാജ്യത്തെ അതായത് വലിയ പ്രതിഷേധം തന്നെ. ജൻ ആൽഫ എന്ന് പറയുമ്പോൾ തീരെ ചെറിയ സ്കൂളിലെ കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഈ പ്രതിഷേധവുമായി യു.പിയിൽ എത്തിയത്. അതിൽ രാജ്യത്തിന്റെ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ കുട്ടിയെ കാണാതായി എന്നുള്ള പരാതി, എന്താണ് ഉന്നയിക്കപ്പെടുന്ന പരാതി? പോലീസ് പറയുന്നു രണ്ടും തമ്മിൽ ബന്ധമില്ല എന്നുള്ളത്. കുടുംബത്തിന്റെ ആരോപണം എങ്ങനെയാണ് മറ്റു ആളുകളുടെയും? പക്ഷേ ജൻസികളുടെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ജൻ ആൽഫകളുടെ പ്രതിഷേധം ഉത്തർപ്രദേശിലും ആദ്യം, പിന്നീട് രാജസ്ഥാനിലും ഒപ്പം തന്നെ ബീഹാറിലും ഉണ്ടായത്. ഇതിൽ ഉത്തർപ്രദേശിൽ 28ാം തീയതി ആയിരുന്നു പ്രതിഷേധമുണ്ടായത്. 6 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ 1000ഓളം കുട്ടികളാണ് ഈ ഉത്തർപ്രദേശിലെ ഫത്തേപൂരിൽ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ഇതിനിടെയാണ് 16 വയസ്സുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാതായി എന്ന പരാതി ഉയരുന്നത്. വീട്ടിൽ നിന്നും 8 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലേക്ക് കുട്ടി സൈക്കിളിലാണ് പോകുന്നത് എന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു. ഈ കുട്ടിയുടെ പിതാവ് 1 വർഷം മുൻപ് മരിച്ചതാണ്. അമ്മയാണ് 29ാം തീയതി കുട്ടിയെ കാണാനില്ല എന്ന പരാതിയുമായി പോലീസിന്റെ അടുത്തെത്തിയത്. പോലീസ് പറയുന്നത് ഈ കുട്ടി സ്കൂളിൽ സമരം നടക്കുന്നതിനാൽ തന്നെ സ്കൂളിൽ കയറാതെ തിരിച്ചുപോയി എന്നാണ്. തുടർന്ന് കൂട്ടുകാരിയുടെ വീട്ടിലെത്തി വസ്ത്രം മാറാൻ അനുവദിക്കാമോ എന്ന് ചോദിക്കുകയും, എന്നാൽ കൂട്ടുകാരിയുടെ അമ്മ അത് സമ്മതിക്കാതെ വന്നതോടെ സ്കൂൾ വസ്ത്രത്തിൽ തന്നെ പെൺകുട്ടിയെ സൈക്കിൾ ചവിട്ടി പോകുന്നത് CCTV ദൃശ്യങ്ങളടക്കം പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പ് വരെയാണ് കുട്ടി പോയത്. തുടർന്ന് സൈക്കിൾ അവിടെ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. എന്താണ് ഈ കുട്ടിക്ക് പറ്റിയത് എന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. കുട്ടി ഇപ്പോഴും കാണാതായ നിലയിൽ തന്നെയാണുള്ളത്. എന്തായാലും ഈ പ്രതിഷേധവും സമരവുമായി ആ കുട്ടിയുടെ തിരോധാനത്തിന് ബന്ധമില്ല എന്നാണ് ഇപ്പോൾ എന്തായാലും പോലീസ് പറയുന്നത്. അക്ഷയ.